ഞാൻ നമുക്കെല്ലാവർക്കും അറിയാം, ചിലരൊക്കെ കേട്ട് കാണും, ആശംസകൾ അയച്ചു കാണും. താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഉത്സവം നടക്കുകയാണ്. അത് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ ഇല്ല. പക്ഷേ എല്ലാവരും ഇപ്പോൾ അതൊക്കെ ആഘോഷിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പല സഭകളിലും നടക്കുന്നതായിട്ട് ഞാൻ കേട്ടു. അത് വേണോ വേണ്ടെന്നൊന്നുമല്ല. 1600കളുടെ അവിടെ അമേരിക്കയിൽ ആരംഭിച്ചൊരു സംഗതിയാണെന്ന് പറഞ്ഞാൽ, യൂറോപ്പിൽ നിന്ന് കുടിയേറിയവർ അവരുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷം ദൈവം നടത്തിയതിൻ്റെ സന്തോഷത്തിൽ നവംബർ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് അവരത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നലെയായിരുന്നു നടന്നത്. അതിപ്പോഴും ഒരു ഉത്സവമായിട്ട് എബ്രഹാം ലിങ്കൻ്റെ കാലത്ത് അതൊരു ദേശീയ ഉത്സവമായിട്ടും അല്ലെങ്കിൽ ദേശീയ അവധി ദിവസമായിട്ടും ഒക്കെ പ്രഖ്യാപിച്ച് അവിടെ നടന്നു വരുന്നുണ്ട്. കാനഡയിൽ കാലാവസ്ഥയുടെ പ്രതികൂല നിമിത്തം അത് കുറച്ചുകൂടെ നേരത്തെയാണ്, ഒക്ടോബറിലാണ്. ഒരു വിളവെടുപ്പ് മഹാബലി ഒഴിവാക്കിയാൽ നമ്മുടെ ഓണത്തിന് തുല്യമായിട്ടുള്ള സംഗതിയാണെന്ന് പറയാം. അതിന് അവരുടേതായ ആഹാര രീതികളൊക്കെ ഉണ്ട്. നമ്മൾ ഇലയിട്ട് മത്സ്യമാംസങ്ങൾ ഒഴിവാക്കി കഴിക്കുന്നതിന് പകരം അവർ പൊതുവെ ഇതിനൊരു ടർക്കി കോഴി എന്ന് പറഞ്ഞാൽ വലിയൊരു 5-6 കിലോ ഒക്കെ വരുന്ന വലിയ കോഴികൾ കടലിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പാചകം ചെയ്ത് കഴിക്കണം എന്നുള്ളതാണ് അവരൊരു പൊതുവായിട്ടുള്ള രീതി. കാര്യം താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ ടർക്കി. ഞാനിത് പറഞ്ഞതിനാന്ന് ചോദിച്ചാൽ, നമ്മളിതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പലപ്പോഴും എല്ലാ സ്ഥലത്തുമൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഒരു വിളവെടുപ്പ് ഉത്സവം എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ സംസാരിച്ച ആ സന്ദേശത്തിൽ ഒരു കാര്യത്തിൽ ഒരു ദൈവദാസൻ, എനിക്ക് നേരിട്ട് അറിയില്ല, സിജോയാണ് സൂചിപ്പിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചൊരു വസ്തുത അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ അന്യഭാഷ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായിട്ട് പറയിക്കേണ്ട ഒരു വസ്തുതയാണോ എന്ന് ആണ് വന്ന ചോദ്യം. തീർച്ചയായിട്ടും അല്ല, അങ്ങനെയല്ല. ഞാനതിനായിട്ട് എൻ്റെ സന്ദേശം വേറെ ഉണ്ട്. ഞാനതും പരമാവധി ചുരുക്കി പറയാം. പക്ഷേ യൂത്ത് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ആരും കൂടി കാണിക്കരുത്. കഴിയുന്നിടത്തോളം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6-7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോയെന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് മതി. ഇതാരാ ചോദിച്ച? അന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷൻ പ്രാസംഗികൻ ആരാ? പൗലോസ് തന്നെ. നമുക്ക് ഒരു സംശയമല്ല. കാര്യം എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, ശിഷ്യന്മാരാലും അംഗീകരിക്കപ്പെട്ട, പത്രോസ് ഉൾപ്പെടെയുള്ളവരാൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷൻ പ്രാസംഗികനാണ്. ഈ വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് കേട്ടോ. വായിച്ചോ. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് മതി. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അവർ കേട്ടിട്ടില്ല. സ്നാനം ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഏതായിരുന്നു. യോഹന്നാന്റെ സ്നാനമാണെന്നും അറിയാം. മതി, വായിച്ചു. യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ച് തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാവേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. മതി. സ്നാനം ഒന്നിലധികം ഉണ്ട്. വിശ്വാസം മാറുന്നതനുസരിച്ച് സ്നാനത്തിന് മാറ്റമുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്നാനത്തിൽ വിശ്വാസം മാറിയ, അതിനുശേഷം വിശ്വാസം മാറിയെങ്കിൽ പിന്നെന്ത് ചെയ്യണം? സ്നാനപ്പെടണം. മറ്റേ സ്നാനത്തിൽ ഈ വിശ്വാസം അഡ്ജസ്റ്റ് ചെയ്യരുത്. അങ്ങനല്ല ആദ്യ നൂറ്റാണ്ടിൽ ഭക്തന്മാർ ചെയ്തിരുന്നത്. അപ്പോൾ നേരത്തെ ഒരു 1-2 സ്നാനമൊക്കെ നടന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സ്വയം സ്നാനപ്പെട്ടവരുമായിരിക്കാം. പക്ഷേ വിശ്വാസം ഏതാണോ അത് ഹൃദയത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്നാനം സ്വീകരിക്കണം. അടുത്തത്, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഒരു വാക്യം കൂടെ. ആ പുരുഷന്മാർ എല്ലാവരും കൂടി 12 ആയിരുന്നു. മതി. ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷൻ പ്രാസംഗികൻ എത്ര പേരോടാ ശുശ്രൂഷിച്ചേക്കുന്നത്? 12 പുരുഷന്മാർ. നിങ്ങൾ വേണമെങ്കിൽ ഫാമിലി ആക്കിയാലും അതൊരു 30-40 പേരെ എത്തിക്കും. KC യോണ ഞങ്ങളെ നേരത്തെ സ്നാനപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഇന്ന് എതിർവായ ഉണ്ടാവത്തില്ല. ഉണ്ടോ? യോഹന്നാൻ്റെ സ്നാനമെന്ന് പറയുമ്പോൾ
തീർച്ചയായിട്ടും എതിരുണ്ടാവേണ്ട കാര്യമില്ല. ഉണ്ടോ? കാര്യം ലോകത്ത് നടന്നതിൽ ഏറ്റവും വലിയ സ്നാനം കഴിപ്പിച്ച ആളാണ് യോഹന്നാൻ. ആ ശിഷ്യത്വത്തിൽ വന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ സ്നാനപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമൊന്നുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ സ്നാനം സ്വീകരിച്ചേ മതിയാവും. എന്ന് മാത്രമല്ല, ഞാൻ ഈ ഭാഗം എടുത്തത് ഇത്രയും പറയാൻ വേണ്ടിയാണ്, ഇത് പറയാൻ വേണ്ടിയല്ല. പൗലോസിന് ഈ ഒരു സംഗതി അവിടെ ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഒരു 12 പേർക്ക് വേണ്ടി ഈ ഒരു കാര്യം ഇത്രയും ചോദ്യം അങ്ങോട്ട് ചെയ്തു. ഇനി ഒന്ന് മനസ്സിലാക്കേണ്ട, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നത്. നമുക്കറിയാം പൗലോസ് ഒരുപാട് സ്ഥലത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവിടെ എങ്ങും ചെന്ന് ചോദിച്ചിട്ടില്ല നിങ്ങളിത് പ്രാപിച്ചോ ഇല്ലയോ. ഈ ഒരു സ്ഥലത്തേ ചോദിച്ചിട്ടുള്ളൂ. ഇതിന് തൊട്ട് മുമ്പത്തെ ഭാഗം ഉണ്ട് കേട്ടോ, 18ന്റെ അവസാനം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അത് അത്ര എളുപ്പമല്ല ഗ്രഹിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കാൻ. ഒരു ശുശ്രൂഷകൻ വന്നിട്ട് ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവില്ലെന്ന് മനസ്സിലാക്കി അക്വിലാവും പ്രിസ്കില്ലയും കൂടെ ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി സംസാരിച്ച് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കി കൊടുത്ത് തിരിച്ച് വീണ്ടും പറഞ്ഞു വിട്ടു. അന്ന് ആത്മീയർ അതിനെ നേരിട്ടൊരു രീതിയാണ്. ഇന്നൊരു ശുശ്രൂഷകൻ ഒരു ഇതുപോലൊരു സ്ഥലത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മേലാൽ അവനെ നമ്മുടെ സഭയിൽ നമ്മളും അവരും തമ്മിലുള്ള ചിന്താഗതിയുടെ വ്യത്യാസമാണ്. അന്ന് അവർക്ക് വേണ്ടിയിരുന്നത് ഓരോ ആത്മാവിനെയും നേടുക എന്നുള്ള ദൗത്യമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. അവരുടെ എല്ലാ ഭാവങ്ങളിലും അത് പ്രതികരിച്ചിരുന്നു. നമുക്കിന്ന് ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. ഈ ഫ്രെയിം നമ്മൾ അതിനകത്ത് നിന്നാൽ മതി. ആത്മീയതയുടെ ഒന്നും നമ്മുടെ സ്വഭാവത്തിലേക്ക് വരണമെന്നില്ല. സ്നേഹമാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സംഗതികൾ നമുക്കറിയാവുന്ന കുറച്ച് ചർച്ചിലുള്ള നമുക്ക് അടുപ്പമുള്ള കുറച്ച് പേരെ സ്നേഹിക്കുക. പിന്നെ 1-2 പല പ്രവാചകന്മാരായിട്ടുള്ള 1-2 പാസ്റ്റർമാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രശ്നം വന്നാൽ വിളിച്ചു ചോദിക്കാൻ. പിന്നെ നല്ല ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും 1-2 പേരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ നമ്പറും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സംശയം വന്ന് ഒരു മുട്ട് വന്നാന്ന് വിളിച്ച് ചോദിക്കാൻ വേണ്ടി സംഗതി കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും ഒരു ചാരിറ്റി നമ്മൾ ചെയ്താലായില്ലെങ്കിൽ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഫ്രെയിം നമ്മുടെ സ്വഭാവത്തിലേക്ക് വരികയല്ല ചെയ്യുന്നത്. ഇപ്പം ഇവിടെ പൗലോസിന് നിർബന്ധം ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ കൃപ, അതിനോടനുബന്ധിച്ചുള്ള കൃപകളും എല്ലാ സഭയിലും നിലനിൽക്കണം എന്ന് എന്നേക്കും വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. ഞാനും നിങ്ങളെ ഉത്സാഹിപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർ മറ്റുള്ളവരെ ഈ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആശയമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒരിക്കലും നിങ്ങളെ അടിച്ചുകൂട്ടി നിർബന്ധിച്ച് പറയണം എന്നുള്ളതല്ല. പരമാവധി മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നു, പാട്ട് കഴിയുമ്പോൾ അന്യഭാഷ മാത്രം സംസാരിച്ചു തുടങ്ങുമ്പോൾ ഉപകരണങ്ങളുടെ ഉപയോഗം നിർത്തണമെന്ന് പോലും നമ്മളിവിടെ അനവധി തവണ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ താളത്തിലും ചൂടിലും ശബ്ദത്തിലും നമ്മൾ ഇത് പറയുന്നവരാണെന്ന് പുറത്ത് ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മൾ ഈ ആവേശം കയറുമ്പോഴും ഈ ശബ്ദ കോലാഹലത്തിലും മാത്രമാണ് ഇത് പറയുന്നത് എന്നുള്ളവരാണെന്ന് ഒരു ആക്ഷേപം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പറഞ്ഞത്. ദൈവത്തിന് സ്വാഗതം. ഞാൻ പറഞ്ഞത് ഈ ദൈവദാസന് ഇങ്ങനെ ഒരു ചോദ്യം വന്നെങ്കിൽ തീർച്ചയായിട്ടും പലർക്കും ഈ ചോദ്യം വന്നു കാണും. അതുകൊണ്ടാണ് ഞാൻ സംശയം നിർത്താൻ ശ്രമിച്ചത്. ദൈവത്തിന് സ്വാഗതം. എന്തായാലും എൻ്റെ ആശയം അത് തന്നെയാണ്. ദൈവസഭ ഉള്ളിടത്തോളം കാലം പരിശുദ്ധാത്മാവ് ഉണ്ടാവും. അത് നിന്നുപോയി എന്നുള്ള വിശ്വാസമല്ല നമുക്കുള്ളത്. അതിൻ്റെ കൃപകളും ദൈവസഭയിലുണ്ടാവും. ഇതിൻ്റെ പ്രയോഗത്തിന് വേണ്ട ഒരു അത്യാവശ്യം ദൈവസഭകളിലുണ്ട്. ഇനി പെന്തക്കോസ്ത് എന്ന് നമ്മളെ തന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഇതൊക്കെ തന്നെയാണ്. പെന്തക്കോസ്ത് സഭകൾ പ്രത്യക്ഷത്തിൽ പുറത്തു നിന്ന് വീക്ഷിച്ചാൽ കാണുന്ന 1-2 പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആശുപത്രിയിൽ നിന്ന് തള്ളിയ ചില കേസ് ഇവിടെ എടുക്കും. ഭ്രാന്താശുപത്രിയിൽ നിന്ന് തള്ളിയ ചില കേസ് നമ്മളിവിടെ എടുക്കും. ഇതാണ് ഒരു പ്രധാന വ്യത്യാസം. അടുത്തൊരു പ്രധാന വ്യത്യാസം ഇതാണ്, നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷ സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്യും. പ്രത്യക്ഷത്തിൽ കാണുന്ന ചില സംഗതികൾ. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവാത്മാവിൽ വെളിപ്പാട്, പ്രവചനം തുടങ്ങിയ കൃപാവരങ്ങൾ ഇവിടെ വെളിപ്പെടുകയും ചെയ്യും. അത് ഇതിനകത്ത് വന്ന് പരിശീലിച്ച കുറച്ച് ദിവസം പഴകിയവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അവർ പറഞ്ഞു കേട്ടറിയാം. പക്ഷെ ഇന്ന് സിനിമാക്കാർക്ക് പോലും ഇത് അറിയാവുന്ന എനിക്ക് തോന്നുന്നു, അല്ലേ?
അവരിതിനെക്കുറിച്ചൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പടങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലായവരും ഒക്കെ ഉണ്ട്. ദൈവത്തിന് സാർ. ഞാൻ ഇന്നത്തെ ചിന്താഗതിക്കായിട്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. വളരെ ഞാൻ ഇന്നൊരു റിവേഴ്സ് ഓർഡറിലാണ് അത് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. കാര്യം റിവേഴ്സ് ഓർഡറിൽ പറയാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഈ വാക്യം വായിച്ചതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഈ വാക്ക് തെറ്റിദ്ധരിക്കരുത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള പ്രവൃത്തി മുഴുവൻ ആര് ചെയ്തു? യേശു ക്രിസ്തു ചെയ്തു. പിന്നെ നമ്മൾ രക്ഷയ്ക്കായിട്ട് എന്താണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ യേശു ക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ആ പ്രവൃത്തി. യേശു ക്രിസ്തുവിനെ പിൻപറ്റി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ഇഷ്ടത്തിലും നമ്മൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ലോകത്തിൽ മുമ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന എല്ലാ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കും. ഈ ജീവിതം നമ്മൾ ചെയ്യുന്നതിനെയാണ് രക്ഷയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന്, നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവമാണ് ചിലപ്പോൾ പെട്ടെന്ന് ഒരു വാക്ക് സംസാരിച്ചപ്പോൾ 4 പേര് തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ ബന്ധത്തിൽ ഒരു തമാശ നമ്മളും പറഞ്ഞു. അത് കേട്ട ഒരാൾക്ക് മുറിവായി എന്ന് നമ്മൾ മനസ്സിലായി. തീർച്ചയായിട്ടും യേശുവിനെ അറിഞ്ഞ ഒരാൾ എന്താ ചെയ്യും? ആ വ്യക്തിയോട് ക്ഷമാപണം നടത്തും. മറ്റൊരാളാണെങ്കിലോ വേണ്ടാന്ന് വയ്ക്കും. അതിന് ക്ഷമം തോന്നി അവൻ വന്ന വഴിക്ക് പോട്ടെന്ന് പറയും. ഇതാണ് ആ വ്യത്യാസം. അപ്പോൾ രക്ഷയ്ക്കായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. ഓരോ ദിവസവും നമ്മൾ യേശു ക്രിസ്തുവിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമായിട്ട് നമ്മെ തന്നെ നിലനിർത്തുന്നതാണ് രക്ഷയ്ക്കായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണവുമായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായാലും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗം 5-ാം വാക്യമാണ്. അതിനകത്ത് ഒരുപാട് വസ്തുത ഇതുമായിട്ട് പറയാനുണ്ട്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ അതിന് ശേഷം പറയുന്ന 2 വാക്യമാണ്. സാധാരണ നമ്മളൊരു ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ വായിക്കാറുള്ളത്. ആ വാക്യം ഒന്ന് വായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവരൂപത്തിലിരിക്കെ യേശു ക്രിസ്തുവും ദൈവവും സമന്മാരായിരുന്നു എന്നും, ഇനി ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനിക്ക് 2 ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമില്ല. ദൈവം ആത്മാവാകുന്നു, നമുക്ക് ഏക ദൈവമുള്ള ഏക എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻ യൂണിറ്റി. നമുക്ക് ഹൃദയവും ആത്മാവും ശരീരവും ഉള്ളതുപോലെ 3 വ്യത്യസ്ത ഐഡൻറ്റിറ്റീസാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതിൽ പിതാവിനെയും പുത്രനെയും നമ്മൾ ഒത്തിരി വളരെ വ്യക്തമായിട്ട് പലയിടത്തും പ്രത്യക്ഷമായി കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ പ്രത്യക്ഷമായി കാണാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവം തന്നെ അതാണ്, അത് സ്വയം വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളത് വേദപുസ്തകം പറഞ്ഞിട്ടുള്ള സ്വഭാവം തന്നെയാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു സ്റ്റഡി ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ തെറ്റിദ്ധാരണ വരേണ്ടത് 3 ദൈവം എന്നുള്ളതല്ല. ഈ ദൈവത്വം, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, വേറെ ആരും ചുറ്റുമില്ല. ഞാൻ എൻ്റെ മനസ്സിലിരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഓക്കെ ഇന്ന് ഒരു മൊബൈൽ വാങ്ങിക്കാം. അപ്പോൾ മനസ്സിൽ ഫൈനാൻസ് നോക്കുന്ന ആ വിവേകം എന്നോട് തിരിച്ചു പറയുകയാണ്, നിൻ്റെ അതിനുള്ള പൈസ ഇല്ല. ഞാൻ 1 2 ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മനസ്സിലായല്ലോ? വചനമാൻ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യേശുക്രിസ്തു ദൈവത്തിൽ ഉള്ള വചനമാൻ ദൈവം, ഇത് 2 ഒരുമിച്ചിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഒരു പ്രവൃത്തി കൂടെ ആവശ്യമാണ്. ആര് പോകുമെന്നുള്ള ചോദ്യമൊന്നുമില്ല. നീ പോകുമോ അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല, ഈ സാധനം അവിടെ ഇല്ല. ഒരാൾ പറയുകയാണ്, നിന്നെ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. അതിന് 2 അർത്ഥമുണ്ട് കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. പല ദൈവ ഭക്തന്മാരും
ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതല്ല, യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റി മനുഷ്യനായി ജനിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന, അതും കൂടെയാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടമുണ്ട്. ഈ രണ്ട് ചിന്തയുണ്ട്. ഞാൻ രണ്ടും കൂടെ ചേർത്ത് കമ്പൈൻ ചെയ്താൽ പറഞ്ഞേക്കാം. അപ്പോൾ അവിടെ മറ്റൊരു ചിന്തയില്ല, ഒരൊറ്റ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഭയങ്കര പ്രയാസമുള്ളൊരു സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനത് ഉദാഹരണത്തിന് വേണ്ടി പറയാണ്. നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ മകനോ ജ്യേഷ്ഠനോ അനിയനോ ഒരു ഡ്രെയിനേജിൽ ഇറങ്ങി, പ്രത്യേകിച്ച് ഓക്സിജനൂടെ ധരിച്ചുകൊണ്ട് അതിനകത്ത് നിലയില്ലാത്ത സ്ഥലത്തേക്ക് പോയി ഒരു ക്ലീനിങ് ജോബ് ചെയ്യണം എന്ന് വന്നാൽ അത് നിങ്ങൾ ചെയ്യും, അതോ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട ആളിനെ കൊണ്ട് ചെയ്യിക്കും? നമ്മൾ രണ്ടുപേരും ചെയ്യാതെ ഒരു ബംഗാളിയെ കൊണ്ട് ചെയ്യിക്കും, അല്ലേ? ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നു. അവർക്ക് ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ദൈവരൂപത്തിൽ ഇരിക്കുന്നവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, പാപത്തിലേക്ക് അവർക്ക് നോക്കാൻ പോലും കഴിയത്തില്ല. അപ്പോൾ അവരുടെ സ്വഭാവം പോലും മാറ്റി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് വന്ന് ആദ്യം കാണുന്നത് ആരെയാ? അമ്മയോ അപ്പനെയോ? ഇത് കാണുമ്പോഴേ എന്താ? പാപമോ? നമുക്കറിയാം സോദോമിൽ സംഭവിച്ചത് എന്താന്ന്. ഞാൻ അവിടം വരെ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് അബ്രഹാമിനോട് പറഞ്ഞേച്ച് അവിടെ ദൈവം പോയി നോക്കിയപ്പോൾ എന്താ പറ്റിയത്? തലങ്ങും വിലങ്ങും കത്തിപ്പോയി. ഇന്നും അവിടെ കറുത്ത പാറകൾ കാണാം ആ സ്ഥലത്ത്. ഇതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത്ര വലിയ തീ കത്തി പാപത്തെ കണ്ടപ്പോൾ ഇതുകൊണ്ടാണ് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം മുഴുവൻ അങ്ങ് മാറ്റിവെച്ചു. ദൈവം എന്ന് പറയുന്ന സ്വഭാവം മുഴുവൻ മാറ്റിവെച്ചു. ആ ദൈവത്തിൽ സംഭവിക്കാവുന്നത് മുഴുവൻ അങ്ങ് ഒഴിഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് ഇവിടെ വന്ന് നമ്മളെ നോക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ യേശു ദൈവപുത്രനായി അതേ സ്വഭാവത്തെ ജനിച്ചിരുന്നെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ളത് മുഴുവൻ കത്തിച്ചാമ്പലാവും. ഇതാണ് യേശു ക്രിസ്തു ആ മാതൃകയായിട്ട് ഈ വാക്യത്തിന് പിന്നാലെ കൊടുത്തത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കണം. ഞാൻ ഒരു പഴയ സംഭവം പറയുകയാണ്. ഇതിൻ്റെ പുറകിൽ അന്വേഷണം ഒന്നും നടത്താൻ ഇങ്ങോട്ടും വരരുത്, ഇങ്ങോട്ടും പോകരുത്. നടത്തിയാൽ നിങ്ങൾക്ക് ഓരോന്നും വേറെ കിട്ടത്തൊന്നുമില്ല. എൻ്റെ അടുത്ത് വരരുത് ദൈവം. കുറച്ച് നാൾ മുമ്പ് ഈ ഒരു സംസാര വിഷയം പോലും ആക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിനെ പുറത്ത് സംസാരിക്കരുത്. എന്നാലും ഇത് പറയാൻ നല്ലൊരു സംഗതി ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചിലർ ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ കളിക്കാൻ പോകും. കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞങ്ങളെത്തിയ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പോകുന്നവർക്ക് വേണ്ട ട്രാൻസ്പോർട്ട് അറേഞ്ച് കൊടുക്കാം. സാക്ഷികളുണ്ട് ഇവിടെ. ഞാൻ അവരോട് ട്രാൻസ്പോർട്ട് വേണോ എന്ന് അങ്ങോട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്. കളിസ്ഥലത്ത് വേണമെങ്കിലും കൊണ്ടുവിടാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കിത് ഞാൻ കളിയാക്കിയതായിട്ട് തോന്നിക്കാണും ചിലപ്പോൾ. സത്യം പറഞ്ഞാൽ അങ്ങനല്ല. ഇന്നും എൻ്റെ ഭാര്യയും ഞാനുമായിട്ടുള്ള ഈ പ്രശ്നം ഇത് തന്നെയാണ്. പലപ്പോഴും ഞാൻ ചോദിക്കുന്ന പല കാര്യവും അവളെ കളിയാക്കുന്നതായിട്ട് അവൾക്ക് തോന്നും. ഞാൻ ഒരു ഉദാഹരണം പറയാം. അവൾക്ക് പലപ്പോഴും മഹിമയുടെ അവിടെ പോകുന്നത് ഇഷ്ടമാണ്. ഇന്ന് മഹിമയുടെ പോകുന്നില്ലേ, വയ്ക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് അവളിങ്ങനെ സംശയമായിട്ടൊന്ന് നോക്കും. ഞാൻ ഊതിയതാണോ അതോ കാര്യമായിട്ടോ? എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യണം. ഇനി ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരു സംഗതി എടുക്കാം. മോബിയും സാമുമൊക്കെ ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ ധാരണ, 2 ടീമായിരിക്കാം ചിലപ്പോൾ, എന്തോ ആയിക്കോട്ടെ. അവിടെ ഒരാളെ ഒരു പെട്ടെന്ന് കൊണ്ടുവിടണം. സാമു പറയുമ്പോൾ അവനെ ഒന്ന് കൊണ്ടുവിട്ടിട്ടോ. ആ കേട്ടോ പറയും, പോടാ എൻ്റെ ജോലിയൊക്കെ എനിക്ക് വയ്യ. ഇത് രണ്ടും ദൈവസഭയ്ക്കകത്താണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടുത്ത ദിവസം കർത്തവ്യം നടക്കും. ഈ പറഞ്ഞവരും കേട്ടവരും ഉൾപ്പെട്ട 3 പേരെങ്കിലും മിനിമം ഉണ്ട്. കൊണ്ടുവിടേണ്ട ഒരാളുണ്ട്, വണ്ടിയുള്ള ഒരാളുണ്ട്, സാമുണ്ട്. ഈ 3 പേരും അടുത്ത നിമിഷവും അളിയനോ ആണോ? അതുപോലും നമുക്കിവിടെ പറ്റുന്നില്ല. നമ്മൾ പറയുന്നത് ക്രിസ്തുവിൽ നമ്മൾ സഹോദരന്മാർ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്.
സാധാരണ സൗഹൃദത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. ഇനി രക്തം കൂടെ എടുത്താൽ അതിന് പിന്നെയും പ്രശ്നമാവും. രക്തബന്ധമുള്ളവരോട് നമ്മളിങ്ങനെയാണോ പറയുന്നത്? അവിടെ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ മൊത്തം ഭാഗ്യം തോന്നില്ല. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. ഇത് പറഞ്ഞ മാതൃക നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു സാധനം കൊണ്ട് അവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് ശ്രമിക്കാനേ പോകും. നമുക്ക് യേശു ക്രിസ്തുവിനോളം ആകാമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അത് കരുതിയൊന്നുമല്ല പറഞ്ഞു. നമുക്കെന്നും ഇതിൻ്റെ കൂടെ ശ്രമിക്കാനേ പറ്റും. അസാധാരണ സംഗതി അത് എന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നറിവുണ്ട്. ഏറ്റവും അവസാനം ക്രൂശിൽ കിടന്ന് നിലവിളിച്ച ഓർമ്മയുണ്ടോ? എന്തുവാന്ന്? ഈ ബന്ധത്തിൽ ഇരുന്ന ആളിനോട് സംസാരിക്കുക, എന്തുവാ എന്നെ കൈവിട്ടെന്ന്. പ്രയാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രയാസം നാട്ടുകാരെ കാണിക്കേണ്ടിയിട്ടുമല്ല, നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയാണ് നിലവിളിച്ചില്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല നിലവിളിച്ചു എന്നും ദൈവം മുഖം മറച്ചു എന്നും നമ്മൾ അറിയത്തില്ല. അതിനുവേണ്ടിയാണ് നേരം വിളിച്ചത്. പലരും അതൊരു ബലഹീനതയായിട്ട് പറയുന്നുണ്ട്. നിൻ്റെയൊക്കെ ദൈവം ക്രൂശിൽ കിടന്ന് നിലവിളിച്ച അല്ലയോടാ എന്നൊക്കെ ചില ചോദിക്കണ്ട. ഒന്നുമല്ല, ഞങ്ങൾ അറിയാൻ വേണ്ടി നിലവിളിച്ചതാണ്. ആ പാപം കൊണ്ട് മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള തിരിച്ചറിവ് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമാകുന്നത് ആ നിലവിളിയിലാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾക്കിത് മനസ്സിലായതും ഞങ്ങൾ ആ യേശുവിനെ സ്വീകരിച്ചതും ഇന്നും ആ യേശുവിനെ പിൻപറ്റി പാപമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതും ഇതുകൊണ്ടാണ്. അല്ല, ഞങ്ങളുടെ ദൈവം നിലവിളിച്ച ദൈവമല്ല. ധൈര്യത്തോടെ ക്രൂശിലേക്ക് നടന്നുപോയി ധൈര്യത്തോടെ നമ്മുടെ സകല പാപങ്ങളും വഹിച്ചുകൊണ്ട് പോയവനാണ് നമ്മുടെ യേശു ക്രിസ്തു. ലോകത്തിലുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊരു അധികാരവും ഇല്ല. അധികാരം എൻ്റെ ദൈവം നിന്നെ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം നിനക്കുള്ളൂ. ഇവിടെ എനിക്കൊരു പണിയുമില്ല. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇറക്കാൻ സൈന്യം ആവശ്യം പോലുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു പണിയുമില്ല, ഇവിടെ ഒരു രാജ്യവും ഇല്ല. എൻ്റെ രാജ്യം ഐഹികമാണെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് ക്രൂശിനെ നേരിട്ട യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞ സകല പ്രവചനങ്ങളും നിവൃത്തിയാക്കിയ യേശു ക്രിസ്തു. നാട്ടുകാർ മുഴുവൻ കുതിരപ്പുറത്ത് പോകുമ്പോൾ കഴുതപ്പുറത്ത് കയറി പ്രവാചകൻ പറഞ്ഞതുപോലെ ഊനമില്ലാത്ത യാഗമായി പട്ടണത്തിലേക്ക് വന്ന യേശു ക്രിസ്തു. ഇവനെയാണ് നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഇവനെയാണ് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ കാണിക്കേണ്ടത്. നമ്മുടെ സ്വഭാവം കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം ഇതുപോലെ വേഷത്തിൽ മനുഷ്യനായ ഒരു ക്രിസ്തുവിനെയാണ് ഇവൻ അവതരിപ്പിക്കുന്നതെന്ന് തോന്നണം. അതിന് ഞാനെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സാധനം മൊത്തം അവൻ എന്നോടാ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ നിൽക്കുക, ഞാൻ ട്രംപിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ സംഭാഷണമല്ല, ഒരു ഡിസ്കഷൻ നടക്കുന്നതാണ്. പുള്ളി വചനം തന്നിൽ ക്രിയ ചെയ്തതായിട്ട് പറയുമ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാനിപ്പോൾ കോപമൊക്കെ പരമാവധി ഒഴിവാക്കി, മറ്റ് ജോലി സ്ഥലത്തും ഭാര്യയോട് പോലും ഏറ്റവും അധികം കോപിക്കാൻ പുള്ളി സ്വാതന്ത്ര്യം എടുത്തേക്കുന്ന സ്ഥലം മനസ്സിലായോ? ഭാര്യയോട് പോലും എന്ന് പറയുമ്പോൾ ലോകം അക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എനിക്കറിയാം. ജോലിയിൽ വേണ്ടാതെ, കൂട്ടുകാർക്ക് വേണ്ടാതെ, എന്തെങ്കിലും പറ്റി വീട്ടിൽ കിടന്ന ദാഹിച്ച വെള്ളം ഒഴിച്ചു തരാനുള്ള ആളിനെ കരുതിയേക്കുന്ന എന്താണ്? എൻ്റെ സകല കോപവും അലക്കാൻ പറ്റിയ സ്ഥലം. ഇതൊരു കോമൺ സ്റ്റേറ്റ്മെൻറ്റാണ്, എനിക്കറിയാം. പലരും പെട്ടുപോകുന്ന സ്ഥലമാണ്. ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതിലിപ്പോഴും ഒന്നും മനസ്സിലാകാത്തവരുണ്ടല്ലേ. ദൈവത്തിന് സ്വാഗതം. ഇനി ആ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ച് നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആപ്തതയും മനസ്സലവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുന്നു. മതി. ഏക മനസ്സ് നമ്മൾ പറയുമ്പം ഏക മനസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ അഭിപ്രായം വേണമെന്നൊക്കെയാണ് പറയുന്നത്. ആത്മീയ വിഷയത്തിൽ ഒരേ അഭിപ്രായം വരണം, അതൊരു ശരിയാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരേ അഭിപ്രായമൊന്നും വരത്തില്ല, വിവിധ അഭിപ്രായങ്ങൾ വരും. അതൊന്നും പ്രശ്നമൊന്നുമല്ല. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുകയാണെന്നുള്ള ഒറ്റ അഭിപ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് അഭിപ്രായങ്ങളൊന്നും വലിയ പ്രയാസം തോന്നില്ല.
പല വിശ്വാസ സമൂഹത്തിലുള്ളവരുമായിട്ട് ഒരുമിച്ച് വസിക്കാനും നമുക്ക് പ്രയാസം ഉണ്ടാകത്തില്ല. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം എന്ത് പറ്റും? 23:12 വായിക്കൊന്നും വേണ്ട. എനിക്ക് വായിക്കേണ്ട മറ്റൊരു വാക്യമുണ്ട്. 1 തിമോത്തിയോസ് 3:4. അതുകൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയില്ല. ശാന്തൻ തൊട്ട് തുടങ്ങാം. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. അപ്പോൾ അധ്യക്ഷന്റെ കുറെ മാനദണ്ഡങ്ങൾ ഇത് വിശ്വാസിയെ വായിച്ച് കേൾപ്പിക്കണമെന്ന് കേൾപ്പിക്കണ്ട എന്ന് പറയുന്നവനാണ് ഞാൻ കേട്ടോ, തിമോത്തിയോസിന്റെ ലേഖനം. കാരണം അതൊരു ശുശ്രൂഷകന് വേണ്ടിയുള്ളതാണ്. ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നൊക്കെ പറയുന്ന വളരെ സീരിയസ്. ഞാൻ ഒരു കാര്യം പറയാം. ഉദാഹരണത്തിന് ഈ ഏത് സഭയുടെ ആയാലും അവിടെ പലവിധമായ ഓർഡിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഉയർന്ന ഓർഡിനേഷൻ്റെ പാഠ്യ പദ്ധതി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾക്കത് കിട്ടാൻ പോലും വാങ്ങിക്കാൻ പോലും കിട്ടത്തില്ല. നിങ്ങൾ ചെന്നാൽ ചിലപ്പം പഴയ നിങ്ങളുടെ ലൈസൻസോ അല്ലെങ്കിൽ ഓർഡിനേഷനോ ചോദിച്ചിട്ടേ അവരെന്ത് ചെയ്യും, ഇതങ്ങോട്ട് തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സാധാരണക്കാർക്ക് വായിക്കാനുള്ളതല്ല. കാരണം അങ്ങനെ താങ്ങാൻ പറ്റുന്നൊരു സാധനമല്ല അത്. ഇനി ഇതിനകത്ത് അവസാനത്തെ ഭാഗം മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നതിനുമായിരിക്കണം. ഈ വാക്യം എടുത്തിട്ട് ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളാരും പെന്തക്കോസ്ത് സഭയിലല്ലായിരുന്നു നാട്ടിൽ. പെന്തക്കോസ്ത് സഭയിൽ നാട്ടിൽ ജീവിച്ച ഒരു ഉത്തരം പറഞ്ഞു. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടില്ലേ? എന്ത് കാര്യത്തിലാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? പാസ്റ്റർമാരുടെ മക്കൾ സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വീണ് കിടക്കുമ്പോഴോ ആണ് സാധാരണ ഇത് കേട്ടുള്ളത്. ഇവന് പഠിത്തത്തെ മാർക്ക് കുറഞ്ഞാലോ ഏതെങ്കിലും മറ്റ് ശാരീരിക ക്ഷമതയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ ആരെങ്കിലും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് ഈ അപ്പൻ്റെ ഉത്തരവാദിത്വമല്ലേ? അത് ഈ അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വമല്ലേ? അവർ ഗൗരവത്തോടെ അവളെ വളർത്തുകയാണെങ്കിൽ ഇതും നോക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ വിശ്വാസിക്ക് തോന്നാത്ത? മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ വിശ്വാസിക്ക് തോന്നുന്നതെന്ന്? ഇപ്പോൾ പലതും തോന്നുന്ന എന്തോന്നാണ് മനസ്സിലായോ? ക്രിസ്തുവിലുള്ള വികാരമല്ല നമുക്കിവിടെ വരുന്നത്. പലപ്പോഴും നമ്മൾ ഒരു സാധാരണ പോലീസുകാരനെ പോലെ നിയമം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരാണ്. പോലീസുകാരനെ നിയമം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് കോട്ട് വിട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി അവൻ്റെ ലക്ഷ്യം എന്താ? കാണുന്നവരെല്ലാം 4 ചീത്ത വിളിക്കണോ? ഇപ്പോഴൊന്നും അത് കാണാനില്ല. മുമ്പ് ഈ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അതിന് എസ്കോർട്ട് പോകുന്ന 1-2 വണ്ടികളും അതിൻ്റെ അനുഭവം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാം. എന്ന് പറഞ്ഞാൽ മുമ്പിലും പുറകിലും പോകുന്ന വണ്ടികൾക്ക് ഡ്രൈവർമാർ കേൾക്കുന്ന ചീത്തയ്ക്ക് ഒരു കണക്കുമില്ല. ഇത് പോകുന്ന വഴിക്ക് നിന്നാൽ കേരളത്തിലെ ഏറ്റവും അത്യാധുനിക ചീത്തകൾ പഠിക്കാനുള്ളത്. അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അതിനിരുത്തുന്നു. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അവർ മിക്കവാറും തറയിൽ നിൽക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞ 1-2 ആശയങ്ങൾ മനസ്സിലായി. നമ്മൾ ദൈവവചനം എടുക്കുന്നത് നല്ലതിന് വേണ്ടിയല്ല. നമ്മൾ ആദ്യം അവിടെ തുടങ്ങാൻ ശ്രമിക്കും. നമ്മൾ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ നല്ലതിനേക്ക് വഴിതിരിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ആദ്യത്തെ പ്രശ്നം മാറിക്കിട്ടും. നമ്മൾ ശ്രമിക്കാത്ത ഇതാ. നമ്മൾ ഈ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നല്ലതിലേക്കുള്ള വഴി പോകാതിരിക്കുക ചെയ്യും. നല്ലതിലേക്ക് വഴി തിരിച്ച് വിടാൻ ശ്രമിച്ചാൽ എന്തു പറ്റും? കുറ്റങ്ങൾ പരമാവധി മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. നമ്മളറിയാതെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇതിനെ ലക്ഷ്യമിടണ്ട. കേട്ടാൽ പോലും കഴിയുന്നതും പരമാവധി സഹിക്കാൻ പറ്റുന്നത് ഒഴിവാക്കി അങ്ങ് വിടുന്നതല്ല. വല്ല മയക്കുമരുന്നൊക്കെ ആണെങ്കിൽ മാത്രം നേരിട്ടൊന്ന് ഇടപെടണം. അത് ഈ ആത്മഹത്യാ പ്രവണതയുള്ള കാര്യമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് നേരിട്ട് ഇടപെടണം. അതല്ലെന്നുണ്ടെങ്കിൽ വിട്ടേരെ, ദൈവസന്നിധിയിലോട്ട് വെച്ചോ. വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കട്ടെ. അതിരിക്കുമ്പോൾ തന്നെ നല്ല വഴിക്കുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സംഗതിയിൽ കുറേശ്ശെ നമ്മളറിയാതെ മാറ്റം വരുന്നതാണ്. കാര്യമൊന്നും അറിയാം. നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കാൻ, അവരോട് വാഗ്വാദം നടത്താൻ, അവരോട് തർക്കിക്കാൻ പ്രാപ്തമാണ്. അത് ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ പല പ്രവർത്തനങ്ങൾ നടക്കും. ഇത് കാണുമ്പോൾ നമുക്കുള്ളിൽ മാത്രം സന്തോഷം മതി. മനസ്സിലായില്ലേ? നമ്മളെ പലതും കണ്ട് സന്തോഷിക്കുക, ആ സന്തോഷം അനുഭവിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവേശുള്ള ഭാവം നമ്മിൽ ആ ക്രിസ്തുവിനുണ്ടായിരുന്ന മാതൃക പോലെ തന്നെ, മനസ്സിലായില്ലേ, തന്നെത്താൻ ഒഴിച്ചിട്ട് മനനമ ജാതിയെ രക്ഷിക്കാൻ കാണിച്ച ആ ഒരു താല്പര്യം, നാം എന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന ഭാവം ഒഴിച്ചിട്ട് നമുക്കൊരു സമൂഹമായി
ഒരു സംസ്കാരമായി, ഒരു കൂട്ടായ്മയായി അനേകരെ രക്ഷയിലേക്ക് നടത്താൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കും.